നമസ്കാരം. ആലപ്പുഴയിൽ നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ VS അച്യുതാനന്ദനെതിരെ ഉയർന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശ വിവാദത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം. നേരത്തെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ചിന്താ ജെറോം പറഞ്ഞു. ആലപ്പുഴയിലേത് തന്റെ ആദ്യത്തെ സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ ഒരു പ്രതിനിധിയും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പൂർണ്ണമായും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും അത്തരത്തിലുള്ള പരാമർശം ഉയർന്നു വന്നിട്ടില്ലെന്നും ചിന്താ ജെറോം പറഞ്ഞു. ആലപ്പുഴ സമ്മേളനത്തിൽ ആരും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്ന് ചിന്താ ജെറോം പറഞ്ഞു. സഖാവ് VSനും പാർട്ടിക്കും ലഭിക്കുന്ന പിന്തുണയിൽ അസ്വസ്ഥരാകുന്നതുകൊണ്ടായിരിക്കും ഇത്തരം കുപ്രചരണങ്ങൾ മാധ്യമ പിന്തുണയോടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. സുരേഷ് കുറുപ്പ് ഏതു സാഹചര്യത്തിലാണ് അത്തരമൊരു പരാമർശം നടത്തിയതെന്ന് അറിയില്ല. സുരേഷ് കുറുപ്പിന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ചിന്താ ജെറോം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ കേരളമാകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അനാവശ്യ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് ദൗർഭാഗ്യകരമാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് ആരും ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. അത് അടിസ്ഥാനരഹിതമാണ്, ചിന്താ ജെറോം കൂട്ടിച്ചേർത്തു. ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാന CPMൽ വീണ്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം കത്തുന്നത്. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തെ തുടർന്നാണ് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയതെന്ന് മുതിർന്ന CPM നേതാവ് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയതാണ് പുതിയ വിവാദം. VSന്റെ വിയോഗശേഷം ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം എടുത്തിട്ട പിരപ്പൻകോട് മുരളിയെ പല്ലും നഖവും ഉപയോഗിച്ച് CPM നേതൃത്വം നേരിടുന്നതിനിടയിലാണ് പുതിയ തുറന്നു പറച്ചിൽ. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കാനാവാതെ VS അച്യുതാനന്ദൻ വേദി വിട്ടു. ഏകനായി, ദുഃഖിതനായി, പക്ഷേ തല കുനിക്കാതെ, ഒന്നും മിണ്ടാതെ, ആരെയും നോക്കാതെ VS വീട്ടിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ VS എന്ന തലക്കെട്ടിൽ മാതൃഭൂമി പതിപ്പിൽ എഴുതിയ അനുസ്മരണ ലേഖനത്തിലാണ് അറിയപ്പെടുന്ന VS പക്ഷക്കാരനായ സുരേഷ് കുറുപ്പിന്റെ വിവാദ പരാമർശം. കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനങ്ങളിൽ VSനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചെന്ന മുഖവുരയോടെയാണ് തുറന്നു പറച്ചിൽ. VS പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ പാവയാണെന്നും പരമാവധി നടപടി VSനെതിരെ വേണമെന്നും യുവനേതാക്കളടക്കം പൊതുചർച്ചയിൽ ആവശ്യപ്പെട്ടതും VSന് പാർട്ടി വിരുദ്ധ മനോഭാവം ഉണ്ടെന്ന് പിണറായി വിജയൻ തുറന്നടിച്ചതും ആലപ്പുഴ സമ്മേളന കാലത്ത് വലിയ വാർത്തയായിരുന്നു. അതെല്ലാം നിലനിൽക്കെയാണ് ആലപ്പുഴയിലും ക്യാപിറ്റൽ പണിഷ്മെന്റ് ആവർത്തിച്ചിരുന്നുവെന്ന സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. 12 വർഷമായി പാർട്ടി വിഭാഗീയതയിൽ നിറഞ്ഞുനിന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് VSന്റെ വിയോഗശേഷം വീണ്ടും എടുത്തിട്ടത് പിരപ്പൻകോട് മുരളിയാണ്. ഒരു മയവുമില്ലാതെയാണ് CPM പിരപ്പൻകോട് മുരളിയെ നേരിട്ടത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുതൽ സൈബർ സഖാക്കളുടെ വരെ വിചാരണയ്ക്കിടയ്ക്കാണ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തലിൽ CPM വീട്ടിലായിരിക്കുന്നത്. അതേസമയം CPM നേതാവും മുൻ MPയുമായ സുരേഷ് കുറുപ്പിനെ തള്ളി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും രംഗത്ത് വന്നു. VSനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം ഉണ്ടായിട്ടില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് M സ്വരാജ് തന്നെ പലകുറി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കടകംപള്ളി പറഞ്ഞു. അങ്ങനെ ഒരു പരാമർശം ഉണ്ടതായി താൻ കേട്ടിട്ടില്ലെന്നും തിരുവനന്തപുരം സമ്മേളനത്തിലും ആലപ്പുഴ സമ്മേളനത്തിനും താൻ പങ്കെടുത്തിരുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു.